ജാർഖണ്ഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഏറ്റുമുട്ടലുണ്ടായി. 4 മാവോയിസ്റ്റുകളെ സൈന്യം വധിച്ചു എന്ന വാർത്ത വരുന്നു. ബൊക്കാറോയിലെ ലാൽപാനിയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. വിനീത വിജയൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിനീത, ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി. എല്ലാ മാവോയിസ്റ്റുകളെയും തുടച്ച് നീക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഏറ്റുമുട്ടൽ ഏത് രീതിയിലാണ്? 4 മാവോയിസ്റ്റുകളെയാണ് വധിച്ചിരിക്കുന്നത്. കൂടുതൽ പേരെ പിടികൂടാനായിട്ടുണ്ടോ? പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഒക്കെ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനുകൾ സർക്കാരിന്റെ അടക്കം ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഇതിന്റെ കൂടി ഭാഗമായിട്ടുള്ള നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ ഇത് പുലർച്ചെ 5:30 കൂടിയാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. CRPFന്റെ കോബ്ര കമാൻഡോകളും ഒപ്പം തന്നെ മാവോയിസ്റ്റുകളുമാണ് ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഏറ്റുമുട്ടലിൽ പരസ്പരം വെടിയുതിർക്കുന്നടക്കം സാഹചര്യം ഉണ്ടായെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ 4 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവരുടെ പക്കൽ നിന്ന് തോക്കുകളും ആയുധങ്ങളും കണ്ടെടുത്തതായും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഈ ബൊക്കാറോയിലെ ലാൽപാനിയയിലാണ് ഈ ഏറ്റുമുട്ടലുണ്ടായത്. പുലർച്ചെ 5:30 കൂടിയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഇപ്പോൾ മറ്റ് മേഖലകളിലൊക്കെ തന്നെ പരിശോധനകളും ഒപ്പം കൂടുതൽ തെരച്ചിലുകളും നടക്കുന്നതായും വിവരം ലഭ്യമാകുന്നുണ്ട്. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. ജാർഖണ്ഡിലും ഒപ്പം തന്നെ ഛത്തീസ്ഗഡിലും വലിയ രീതിയിലുള്ള മാവോയിസ്റ്റ് വേട്ട നടക്കുന്നുണ്ട്. അപ്പോൾ ജാർഖണ്ഡ് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇവരെ തുടച്ചു നീക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. അതുവരെ ഈ പോരാട്ടം തുടരും എന്നാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത്.